മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ടെൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് ഷോർട്സ്, ഹെർമിറ്റ് വന്നിട്ടുണ്ട്. 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളടുത്തുനിന്ന് പിണങ്ങി മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു തരത്തിലും ഇപ്പോൾ നിങ്ങളടുത്തൊന്നും പറയാതെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരായിട്ട് വരുന്നുമില്ല എന്നിട്ടും അവർക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് കാണുന്നത് കേട്ടോ. ഇപ്പം ആദ്യം തന്നെ കിട്ടിയത് തന്നെ 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല, നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനാണ് അവരൊരുപാട് സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുന്നത്. അത് ജോലിയിലായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ സംബന്ധിച്ചുള്ള ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം, അവർക്ക് നിങ്ങളില്ലാത്തതിൻ്റെ മാനസിക ബുദ്ധിമുട്ടും കൊണ്ടായിരിക്കാം. കാരണം അത്രത്തോളം സ്ട്രഗിളാണ് ഈ ഒരു സമയത്ത് അവർ ചെയ്യുന്നത്. അതുപോലെ ക്യൂൻ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെ ആയാലും ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ അത് ഉള്ളിലാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷെ പുറമേ അവർ വലിയൊരു സംഭവമാണ്. അവർക്ക് യാതൊരു വിഷമമില്ല നിങ്ങളോട്, യാതൊരു തരാത്ത രീതിയിലായിരിക്കാം അവരുടെ നിൽപ്പും സംസാരവും. ആര് കണ്ടാലും അവരെപ്പം ഓക്കെയാണ്, അവർക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവരങ്ങനെയാണ്. പക്ഷെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കറിയാം അവർ ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ എത്ര വിഷമമുണ്ട് നിങ്ങളോട് കാണിക്കുന്നതിലും, അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങി മാറി നിൽക്കുമ്പോഴും നിങ്ങളുടെ ഭാഗം എത്രമാത്രം ശരിയാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെയുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. മനസ്സാണെങ്കിൽ അവരുടെ എപ്പോഴും ആ ഒരു തരം മാനസിക സംഘർഷം അനുഭവിക്കുന്നത്, അതായത് ഒരു തരം സമാധാനം കിട്ടാത്തതുപോലെ, മനസ്സൊരു കൺട്രോളിൽ നിൽക്കാത്തതുപോലെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഈ ഒരു വ്യക്തി. പുറമേ ഭയങ്കര എന്താ പറയുക, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഉള്ളിൽ ആ ഒരു ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അത് പുറമേ ആൾ കാണിക്കുന്നില്ല. അതൊക്കെ ആൾക്ക് എന്തൊക്കെയോ നിങ്ങളടുത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ എന്നിട്ട് ഈഗോ സമ്മതിക്കുന്നില്ല. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ ആളുടെ ഈഗോ സമ്മതിക്കാത്തതായിട്ടാണ് കാണുന്നത്. ഇനി എന്തൊക്കെയാണ് അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് തന്നെയാണ് എംബ്രറാണ്. ഈ ഒരു വ്യക്തി അങ്ങനെ വിട്ടു തരാത്തൊരു വ്യക്തിയുടെ സ്വഭാവമാണ്. ഉള്ളിൽ എത്ര സ്നേഹം നിങ്ങളടുത്തുണ്ടെങ്കിലും അത് പുറമേ നിങ്ങളടുത്ത് അങ്ങനെ കാണിക്കാത്തൊരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ. പുറമേ ആൾ കാണിക്കുന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷെ നല്ല സ്നേഹം ഈ ഒരു വ്യക്തിക്കുണ്ട്. ഭയങ്കര ജാട, എല്ലാം ആൾ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ആളെടുക്കുന്ന തീരുമാനമാണ് ശരി എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. കാരണം ഈ വ്യക്തി ഇണങ്ങി മാറി നിൽക്കുകയാണെങ്കിൽ ആൾ പെട്ടെന്നൊന്നും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യില്ല. ആളുടെ ഈഗോ ഹേർട്ടാകും എന്ന് കരുതിയിട്ടാണ് ആൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് നിങ്ങളടുത്ത് പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടം നിങ്ങളടുത്തുണ്ട്, ഒരുപാട് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വിളിക്കണമെന്നും ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾക്കായിട്ട് ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ആൾക്ക് ഇങ്ങനെയാണ് ആൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. പക്ഷേ ആളായിട്ട് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നിട്ട് സോറി പറയാനോ ഒന്നും ഈ വ്യക്തി തയ്യാറല്ല കേട്ടോ. അങ്ങനെ ഒരു വ്യക്തിയുടെ എനർജി ഒരിക്കലും ആ വ്യക്തിയുടെ തെറ്റാണ്,
എന്നൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ വ്യക്തി തയ്യാറല്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഈ വ്യക്തി പിന്നെ ഇപ്പോൾ തിരിച്ച് വരണം, ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയി പറഞ്ഞാലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എല്ലാം ആ വ്യക്തിയുടെ കാര്യത്തിൽ അവിടെ ശരിയാക്കി വെക്കും. അവരൊക്കെ അറിയാം അവരുടെ ഭാഗം തെറ്റാണ് എങ്കിലും അവരുടെ ഭാഗം അവർ ശരിയാക്കി, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് അല്ലെ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള ആ ഒരു വിധത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്നും മനസ്സിലാവില്ല, ഇതെന്താ ഇങ്ങനെ. ആ ഒരു ടൈപ്പ് വ്യക്തിയാണിത് കേട്ടോ, ആ ഒരു ക്യാരക്ടറാണ് ആളുടെ. പക്ഷേ ആൾക്ക് ഇപ്പം പ്രതീക്ഷ ഉണ്ട്. ഇപ്പം നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് പറയാനുള്ളത്, ആളുടെ ഉള്ളിൽ ആൾ പറയാണ് ഒരിക്കലും ആൾക്ക് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ്, നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, എപ്പം നിങ്ങളെ ആൾക്ക് എന്താ പറയുക വിശ്വാസമാണ്, നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളിൽ എന്നും ആ വ്യക്തി പ്രതീക്ഷ കാണുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക വെളിച്ചം കാണുന്നുണ്ട് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നേട്ടമായാലും സൗഭാഗ്യം സന്തോഷം ഒക്കെ ലഭിക്കുന്നത് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ്. നിങ്ങളാണ് ആ വ്യക്തിയുടെ എനർജി, നിങ്ങളാണ് ആ വ്യക്തിയുടെ എല്ലാം എന്ന് ആ വ്യക്തി നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് തന്നെയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ പലതും ആ വ്യക്തി പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പുറത്തോട്ട് ആൾ കൊണ്ടുവരുന്നില്ല എന്നതാണ് സത്യം. ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആ വ്യക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ആൾക്ക് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കണം, നിങ്ങളിലേക്ക് വരണം. നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആളുടെ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളാണ്. ആരൊക്കെ ഇനി ആളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളില്ലാത്ത ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണത ഇല്ലാത്തതുപോലെയാണ് എന്നതാണ് കാണുന്നത്. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറിക്കിട്ടണം, പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഈഗോ പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു എന്താ പറയുക ആളായിട്ട് ആക്ഷൻ എടുക്കുന്നില്ല, ആക്ഷൻ മൊത്തം നിങ്ങൾ എടുക്കണം, എന്നാൽ മാത്രമേ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ ഉണ്ടാകും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് അവർക്ക് പറയാനുള്ളത് നിങ്ങളോടുള്ള ഇഷ്ടത്തിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇപ്പോൾ ആൾക്കൊരു ഇഷ്ടമില്ല, അല്ലെങ്കിൽ ആളെന്താ ഇങ്ങനെ. പക്ഷെ ആൾ പറയാണ്, ആൾ ഉള്ളിൽ പറയാണ് കേട്ടോ, പുറമേ അത് കാണിച്ചില്ലെന്ന് വരും. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളില്ലാതെ ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിങ്ങളില്ലാതെ ആൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നുമില്ലാതെ ഒരു 0 ലെവലിൽ നിൽക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയാണ് ആൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതൊന്നും ആളൊരിക്കലും നിങ്ങളോടത് പറയില്ല. പക്ഷേ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്, ആളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. എങ്കിലും നമുക്കൊരു കാർഡ് കൂടി എടുത്തു നോക്കാം, ഇനി എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഫുള്ളാണ് കിട്ടിയത്. അപ്പോൾ ഇതിലൊരു റിയൂണിയൻ കാണുന്നുണ്ട്, ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ, റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരവുമായി ആ വ്യക്തി പുറത്തോട്ട് വരും, നിങ്ങളിലേക്ക് വരും. ഫുള്ളാണ് എന്തായാലും ശരി, ആൾ എല്ലാം പാസ്റ്റിനെ അതിജീവിച്ച ആൾ നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രതീക്ഷ കൈവരിക്കുക, കാരണം ആൾക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്, ഭയങ്കര അട്രാക്ഷനാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളെന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് എല്ലാമാണ്, അതുകൊണ്ട് നിങ്ങളൊരിക്കലും ആൾക്ക് കളയാൻ സാധിക്കില്ല. പക്ഷേ ഈ വ്യക്തി ഒരു പുറത്തൊന്നും പ്രകടിപ്പിക്കാത്ത വ്യക്തിയാണ്. നിങ്ങളടുത്ത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളടുത്ത് അങ്ങനെ ഒന്നും തരില്ല, വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആൾ വിട്ടു തരണമെന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ എനർജിയാണ് കേട്ടോ. ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ കാണാറുണ്ട്, ചില വ്യക്തികളുണ്ട് എന്ന് വെച്ചാൽ എല്ലാം അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന വ്യക്തികളുണ്ട് അല്ലേ. ഒരു സ്നേഹത്തിലാകുന്ന സമയത്ത് പാർട്ട്ണർക്ക് എന്തു വേണമെങ്കിൽ ചെയ്തു കൊടുക്കും, അതുപോലെ അവർ പറയുന്നത് പോലെ കേട്ട് നിൽക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല കേട്ടോ. എന്നാൽ സ്നേഹമുണ്ട്, ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, അതൊന്നും പുറത്ത് ആൾ പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു സ്നേഹവും ആൾ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തി തന്നെയാണ്, അതൊക്കെ ഉള്ളിലാണ്. അത് നിങ്ങളടുത്ത് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആൾ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു മാറ്റം വരുമെന്നാണ് കാർഡ് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക മാക്സിമം, എന്നാൽ മാത്രമേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റം വരണമെങ്കിൽ ഈ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്നു അത്രത്തോളം ആൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കുക.
എന്ന് വെച്ചാൽ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ആൾ തയ്യാറല്ല, സമയമെടുക്കും വരാനായിട്ട്. പക്ഷേ ആളായിട്ട് തന്നെ വരും. കാരണം ആൾക്ക് ഇപ്പോൾ പോലും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണുള്ളത്. ഇത് കണ്ടോ, ഫുൾ കാർഡാണ്. ആൾ അത്രയും ഒരു റീയൂണിയൻ റീകൺസിലേഷൻ എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാരേജ് ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ആൾ നിൽക്കുന്നത്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ ലവേഴ്സ് ആണെങ്കിലും ശരി, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരായാലും ശരി, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാതിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് കുറേ നാളൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ആളായിട്ട് തന്നെ ഒരു തീരുമാനം എടുത്ത് ആൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ചേസ് ചെയ്താൽ ആൾക്ക് ഈഗോ കൂടും, ഇല്ലെങ്കിൽ ആൾ കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ള മൈൻഡിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ഒന്നിനും പോകരുത് കേട്ടോ. കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും കേട്ടോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ലെറ്റർ ജി ആണ് വന്നിരിക്കുന്നത്. പർപ്പിൾ കളർ, ഡാൻസ് അറിയുന്നവരായിരിക്കാം, ലോങ് ഹെയർ, മലപ്പുറം, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, വൈറ്റ് ബട്ടർഫ്ലൈസ്, ബ്ലൂ ബട്ടർഫ്ലൈസ്, സെപ്റ്റംബർ, ഉത്രാടം, മിറാക്കിൾസ്, പൂയം, ഒക്ടോബർ, പൂരം 26, പിങ്ക് കളർ, ഉരുരുട്ടാതി, തൃക്കേട്ട. ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. ജൂലൈ, വൈ കിട്ടിയിട്ടുണ്ട്, ലെറ്റർ വൈ. ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം. മെയ് മാസം, സോഷ്യൽ വർക്കറായിരിക്കാം. ചിത്തിര, അനിഴം, 19, 28, 30, 40 ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവമാണ് ഇതൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് നല്ലതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്